ഈ മോഹൻലാലിനെ വെറുതെ അനാവശ്യമായിട്ട് ചൊറിയുക എന്നുള്ളത് ജനം ടി വി അവതാരകൻ അനിൽ നമ്പ്യാരുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ്. ഇപ്പോൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച സാംസ്കാരിക മേള കമോൺ കേരളയുടെ 7ാം എഡിഷനിൽ പങ്കെടുത്തതിനാണ് മോഹൻലാലിനെതിരെ ഇപ്പോൾ ഈ അനിൽ രംഗത്ത് വന്നിരിക്കുന്നത്. മോഹൻലാൽ മേളയിലെ മുഖ്യ അതിഥിയായിരുന്നു. ഇന്ത്യക്കെതിരെ ഭീകരർ പ്രകോപനം സൃഷ്ടിക്കുന്നതിനിടെയാണ് മാധ്യമത്തിന്റെ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തത് എന്നാണ് ഇപ്പോഴത്തെ അനിൽ നമ്പ്യാരുടെ ഒരു പ്രധാന പ്രശ്നം. പാക് തീവ്രവാദികൾ നമ്മുടെ സ്വന്തം ഭാരതത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും വർഷിക്കുമ്പോൾ ഗൾഫിൽ പോയി മൗദൂദി പത്രത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെ ആ മനസ്സ് ആരും കാണാതെ പോകരുത് എന്നാണ് അനിൽ നമ്പ്യാർ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ അനിൽ നമ്പ്യാറിന്റെ ഈ പ്രശ്നം. ഇസ്ലാമിസ്റ്റുകൾ എത്ര പണം കൊടുത്താണ് മോഹൻലാലിനെ ഈ പരിപാടിയിൽ ഇറക്കിയത് എന്നാണ് അറിയില്ല എന്ന് അനിൽ നമ്പ്യാർ പറയുന്നുണ്ട്. ഏതായാലും രാജ്യസ്നേഹത്തിന് മുകളിലാണ് ഭീകരവാദികളുടെ പണമെന്ന് തെളിയിച്ചല്ലോ എന്നും മോഹൻലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് അനിൽ നമ്പ്യാർ എഴുതിയിരിക്കുകയാണ്. മോഹൻലാലിനെതിരെ സംഘപരിവാർ കടുത്ത സൈബർ ആക്രമണം തുടരുന്നതിനിടെയാണ് അനിൽ നമ്പ്യാരൻ ഈ സമാനമായ രീതിയിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് താഴെ സംഘപരിവാർ രൂക്ഷമായ ഭാഷയിലാണ് അധിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നത്. തീവ്രവാദികളെ വാഴ്ത്തി ഒരു എമ്പുരാൻ 3 എടുത്ത് നമുക്ക് രാജ്യസ്നേഹം കാണിക്കണ്ടേ പ്രിയ ഖുറൈഷിയുടെ സ്വന്തം സയ്യിദിനെ പരിശീലിപ്പിച്ച കേന്ദ്രം ചുട്ട് ചാമ്പലാക്കിയിട്ടുണ്ട്. അവന്റെ കൂട്ടാളികളെയും കലിമ ചൊല്ലി കാലപുരിക്ക് അയച്ചിട്ടുണ്ട്. ഹലാലേട്ട, നിങ്ങളുടെ ഉണക്ക എബ്രഹാം ഖുറൈഷി അല്ല, നല്ല ഒന്നാന്തരം പത്തരമാറ്റി ഖുറൈഷി, കേണൽ സോഫിയ ഖുറൈഷി, അവളാണ് പോയി ചാമ്പിയത്. അരി മേടിക്കാൻ ഗതിയില്ലായിരുന്നത് കൊണ്ടാവാം എമ്പുരാൻ പിടിച്ചത് എന്ന് ഓർത്ത് ആശ്വസിക്കുന്നു. എമ്പുരാൻ മറക്കണ്ട, ഞങ്ങളുടെ സന്തോഷത്തിൽ താങ്കൾ ഇടപെടുകയും വേണ്ട, രാജ്യദ്രോഹിയാണ് താൻ. ഇങ്ങനെയൊക്കെയായിരുന്നു ഒരുപാട് കമന്റുകൾ മോഹൻലാലിനെതിരെ വന്നുകൊണ്ടിരുന്നത്. നേരത്തെ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറക്കിയ എമ്പുരാൻ സിനിമയിലെ ഗുജറാത്ത് കലാപം അടക്കമുള്ള രംഗങ്ങൾ സംഘപരിവാറിനെ പ്രകോപിതരാക്കുകയായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് സംഭാഷണങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ സൈബർ ആക്രമണമാണ് സംഘപരിവാർ അനുകൂലികൾ മോഹൻലാലിന് പൃഥ്വിരാജിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ എമ്പുരാൻ റീ എഡിറ്റ് ചെയ്യാൻ സിനിമയുമായി ബന്ധപ്പെട്ടവർ നിർബന്ധിതരാവുകയായിരുന്നു. പിന്നാലെ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡും നടത്തിയിട്ടുണ്ടായിരുന്നു. എമ്പുരാന് പിന്നാലെ മോഹൻലാലിനെതിരെ സംഘപരിവാർ സ്വീകരിച്ച നിലപാടിന്റെ തുടർച്ചയാണ് ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലും ഉയർന്നു വരുന്നിരിക്കുന്നത്.